ഹായ് ഫ്രണ്ട്സ്, രേഷ്മയാണ് കേട്ടോ. മലനടയുടെ ആ ഒരു മഞ്ഞണിഞ്ഞ പ്രഭാതമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുഞ്ഞമ്മയാണ്, എൻ്റെ കുഞ്ഞമ്മ കേട്ടോ, അമ്മയുടെ അനിയത്തി. ഞാനാണെങ്കിൽ ഈ തപ്പിത്തടഞ്ഞ് ഓടുന്നതെന്ന് പറഞ്ഞാൽ മീൻ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ മീൻ വാങ്ങിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ്. കുഞ്ഞമ്മ അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ചാച്ചൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിൽപ്പുണ്ട്, പോച്ചയൊക്കെ ചെത്താനായിട്ട്. അമ്മ ജോലിക്ക് പോയി. അമ്മ അവിടെ അടുത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ ഇങ്ങനെ പോയി. അപ്പം ഞാനും പാർത്തമ്മോനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം മീനൊക്കെ വാങ്ങിച്ച് കറിയൊക്കെ വെക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഓടുന്നത്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ആട്ടവും കുലുക്കവും ചാട്ടവും ഒക്കെ കൂടുതലായിട്ട് കാണും. കാരണം ഇന്ന് എൻ്റെ ക്യാമറാമാൻ പാർത്തമ്മോനാണ്, അവനാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ മീൻ വാങ്ങിച്ചു. ഈ മീൻ നമ്മുടെ നാട്ടിൽ ഇവിടെ പറയുന്നത് കരിച്ചാള എന്നാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇനി എന്താണ് പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും പറഞ്ഞോളൂ. കരിച്ചാള മീനാണ് വാങ്ങിച്ചത്. പിന്നെ മീൻ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകണമായിരുന്നു. പാത്രമൊക്കെ കഴുകി. അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്യുന്നത്. അമ്മയുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ വാങ്ങിച്ച് വെച്ചിരുന്ന കരിച്ചാള കുട്ടന്മാരെ അവരെ വെട്ടി കറി വെക്കണമായിരുന്നു. അപ്പോൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ട് അപ്പൂപ്പൻ വന്നു. എൻ്റെ അമ്മയുടെ അച്ഛനാണിത് കേട്ടോ. അപ്പൂപ്പൻ അവിടെ വന്ന് അപ്പം അവിടെ വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അന്ന് കൃഷി കാണിച്ചില്ലേ, ചാച്ചൻ്റെ കൃഷി, ആ കൃഷിക്കകത്തുനിന്ന് പിഴുതുകൊണ്ട് വന്ന ചീനിയായിരുന്നു. അത് പിന്നെ അരിഞ്ഞു. മീനുണ്ടായതുകൊണ്ട് ചീനിയും വേവിക്കാമല്ലോ, അപ്പം നല്ലതല്ലേ കഴിക്കാനായിട്ട്. പിന്നെ ഒരു തേങ്ങയും ഞാനും കൂടെ ഉള്ളൊരു മൽപ്പിടുത്തമാണ് നിങ്ങളീ കാണുന്നത്. കാരണം എനിക്ക് തേങ്ങ പൊതിക്കാനൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം പാവുമ്പലാണെങ്കിൽ അണ്ണൻ പൊതിച്ച് തരും. വീട്ടിലെന്ന് പറഞ്ഞാൽ ചാച്ചൻ്റെ കൈ വയ്യാത്തതാണ്, വലത്തെ കൈ വയ്യ. ആളൊരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ആളിൻ്റെ വലത്തെ കൈ തിരിഞ്ഞ് വരത്തില്ല, ഭക്ഷണം വരി കഴിക്കാനോ ഒന്നും പറ്റത്തില്ല. തേങ്ങ ഇടാൻ പോകുന്ന ഒരു ആളായിരുന്നു. ഇപ്പം അങ്ങനെ ആ ഒരു ജോലിക്കൊന്നും പോകുന്നില്ല. കൃഷിയാണ്, കൈ വയ്യാത്തത് കൊണ്ട് കൃഷിപ്പണിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് തന്നെ തേങ്ങയൊക്കെ പൊതിക്കണം. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എന്തായാലും ഞാൻ ആ തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഒറ്റ വീട്ടിലത് രണ്ട് വെള്ളം കുടിച്ച് പാർത്തമോന് വെള്ളം വേണമെന്ന് ഞാൻ 5-6 വിട്ട് വെട്ടണം. എനിക്ക് എന്തായാലും 2-3 കഷ്ടമായിട്ടായിരിക്കും ഞാൻ തേങ്ങ പൊട്ടിക്കുന്നത്. നല്ല വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളത്തിന് വേണ്ടിയുള്ള മൽപ്പൽപ്പവും കുടിച്ചു. പിന്നെ ഉണ്ട് മോന് കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്നു. കാളയുടെ മൂട്ടിൽ കഞ്ഞി ഉണ്ടായിരുന്നു. കാളയുടെ പണി നടക്കുന്നുണ്ട്. നമുക്കിവിടെ ഉത്സവത്തിൻ്റെ 7 കരയാണ്. 7 കരയ്ക്ക് 6 കരയ്ക്ക് എടുപ്പ് കുതിരയും ഞങ്ങളുടെ ഇടയ്ക്കാട് കരയ്ക്ക് എടുപ്പ് കാളയാണ്. ഇപ്പോൾ കാളയെ കെട്ടുന്നതാണ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ മോൻ അവിടെ പോയി കഞ്ഞിയും പയറ് കറിയുമായിരുന്നു, അതും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാനായിട്ട് ഒരുങ്ങി. കഞ്ഞിക്ക് ഉപ്പില്ലായിരുന്നു, പക്ഷേ കറിക്ക് ഉപ്പുണ്ടായിരുന്നു. ഞാനത് ഓർത്തില്ല. ഒരുപാട് ഉപ്പ് വരിയിട്ട് ഗൈസ്, അപ്പോൾ ഭയങ്കര ഉപ്പായിപ്പോയി. കഞ്ഞിയും കറിയും കൂടെ ഇളക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പായിപ്പോയി. അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു ആക്ഷൻ കാണിക്കാനുള്ള കാരണം. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് രാവിലത്തെ തക്കാളി ചമ്മന്തി ആയിരുന്നു. പിന്നെ അത് പാത്രത്തിൽ ഇരിക്കുന്ന കഞ്ഞിയും നമ്മുടെ കടലക്കറി, പിന്നെ ചോറുണ്ട്, പയറ് തോരനുണ്ട്, പിന്നെ ചീനി വേവിച്ചു, കരിച്ചാള വറുത്തു, കരിച്ചാള കറി വെച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് പാത്രമൊക്കെ പറക്കി ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഉത്സവമൊക്കെ അല്ലേ, നമ്മളവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യേണ്ടായി. അപ്പോൾ എന്നാൽ കഴിയുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചെയ്ത് അമ്മയ്ക്കൊക്കെ സഹായിച്ചു കൊടുക്കും. അമ്മയ്ക്ക് ചെയ്തു, അങ്ങനെ വേണമല്ലോ മക്കളമാർ. പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കൊല, വലിയ കൊലയൊന്നും അല്ല കേട്ടോ, ഒരു പാളാന്തോടം എന്നല്ല, ഞാലിപ്പൂവൻ കൊല കുറച്ചേ പഴുത്തിട്ടുള്ളൂ. ബാക്കി ഇത്രയും പച്ചയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചത് കഴിക്കാവുന്ന. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പൂവങ്ക അല്ലെങ്കിൽ പാളാന്തോടൻ, ഇങ്ങനെ എന്താണ് ഞാലിപ്പൂവനൊക്കെ കാണും. പഴങ്ങൾ, ഏത്തയ്ക്കൊന്നും ക്ഷാമമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കിട്ടും പഴുപ്പിച്ച്. ചാച്ചന് കൃഷി ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പഴം കഴിക്കാനുള്ള ആ ഒരു ഇതിലാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് കുഞ്ഞമ്മ പറഞ്ഞു വൈകിട്ടായി, റേഷൻ കടയിൽ പോകണം. നമ്മുടെ അടുത്ത് തന്നെയാണ് റേഷൻ കട. അങ്ങനെ പിന്നെ ഞാനും കുഞ്ഞമ്മയും കൂടെ ഒരുങ്ങി റേഷൻ കടയിൽ പോകാനുള്ള ഇതാണ്. റേഷൻ കടയിൽ പോയി. അപ്പം പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞമ്മയും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവാണ്. ഞങ്ങളിങ്ങനെ വല്ലപ്പോഴൊക്കെ അല്ലേ കാണത്തുള്ളൂ. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചു വീട്ടിലെത്തി വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിന് അമ്മ വന്നു, ചാച്ചനും വന്നു. ചാച്ചൻ പിന്നെ മലനടയിൽ പോയി അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് വന്നപ്പോൾ ബോണ്ട വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ കൈ കൊണ്ട് തന്ന് ബോണ്ട. അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോകാനായിട്ട് ഇരിക്കുകയാണ്. അമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്, ഞാൻ, പാർത്തന്, ഞങ്ങളെല്ലാവരും പിന്നെ ഇറങ്ങി. അപ്പൂപ്പൻ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പൂപ്പൻ അമ്പലത്തിൽ വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കഥ ഒന്നും പൂട്ടണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അതാണ്ട് നമ്മുടെ ഇവിടെ കാളെ കെട്ടുന്നതിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കാളെ കെട്ടുന്നതിൻ്റെ സ്ഥലം. അവിടെ വന്നു. പിന്നെ നമ്മൾക്ക് വയലിൽ നിന്ന് അങ്ങോട്ട് കയറാൻ എനിക്ക് പെട്ടെന്ന് കയറാം. മിക്കപ്പോഴും ഞാൻ വീഡിയോക്കകത്ത് കാണിക്കുന്ന വയൽ വഴി കയറി പോകുന്നത്. ഇന്നിപ്പോൾ റോഡിൽ കൂടെ പോകാമെന്ന് കരുതി നിങ്ങളെ ഈ ഒരു കാഴ്ചയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോൾ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം താരം ബൽറാം നയിക്കുന്ന ഗാനമേളയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ വന്നു, തൊഴുതു, കൊടി കയറി കിടക്കുക 2ാം ദിവസം ഉത്സവത്തിന്. അങ്ങനെ ഗാനമേളയൊക്കെ ആസ്വദിച്ചു. പിന്നെ ഗാനമേളയ്ക്ക് പാർത്തമ്മോനൊക്കെ ഡാൻസൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. എല്ലാ പിള്ളേരും തുള്ളുമല്ലോ, അപ്പോൾ ഞാനും പറഞ്ഞു പോയി തുള്ളിക്കോളാൻ. അങ്ങനെ അയാളും പോയി തുള്ളി. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഉത്സവത്തിൻ്റെ വലിയ വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.